ഒരാഴ്ച മുമ്പേ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. റീലിൽ കണ്ട പോലത്തുള്ളൊരു ഇതൊന്നും നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടില്ല. ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ കുറേ സംസാരിച്ചു. കാറൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം നമ്മളിതേപ്പോൾ ഒരു സ്ട്രീറ്റിലാണ്. നല്ല തണുപ്പുണ്ട്. അയ്യോ, ഒരുപാടുണ്ടായിരുന്നു. അത് എന്തൊരു ക്യൂ ആയിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും കഴിക്കൂല. വട്ടം കൂടിയൊക്കെ നിന്ന് വർത്താനം പറഞ്ഞിറങ്ങുന്നു. ഹലോ, എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ റമദാനിലെ നോമ്പിൻ്റെ ലാസ്റ്റത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മളൊരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിലാണ് നോമ്പ് തുറക്കാനായിട്ട് പോണത്. നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അതായത് ഒരാഴ്ച മുമ്പേ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ, എങ്കിലുള്ളൂ നമുക്കവിടെ സീറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു നോമ്പ് ഒക്കെ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ബഫേ ആയിട്ടുള്ള ഫുഡാണുള്ളത്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ന്യൂജേഴ്സിയിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഷ്ടമാതിരി പാകിസ്ഥാനികളുണ്ട്, ഇഷ്ടമാതിരി പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതേമാതിരി ഇങ്ങനെ ബഫേ ആയിരിക്കും നോമ്പ് തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഫുഡൊക്കെ ഉള്ളതെന്ന്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, നമ്മൾ ഫിലഡൽഫിയയിൽ പോയിട്ട് നോമ്പ് തുറന്ന റെസ്റ്റോറൻറ്റിൽ. അത് പക്ഷേ എങ്കിൽ അധികം ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വിചാരിച്ച അത്രയും ഫുഡൊന്നും കണ്ടില്ല. $30 കേട്ടോ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റേറ്റിൻ്റേതായൊരു ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ന്യൂജേഴ്സിയിൽ നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള കാര്യമുണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടിട്ടാണ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ പോയത്. പക്ഷേ ആ ഒരു റീലിൽ കണ്ട പോലത്തുള്ളൊരു ഇതൊന്നും നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി, നമ്മൾ ഈ ഓരോരോ പരസ്യവും വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുമല്ലേ, പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളിവിടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ. കാര്യം വലിയ റെസ്റ്റോറൻ്റ് ആട്ടോ അത്, ഒരുപാട് ആൾക്കാർ വരുന്ന റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ടാണ് അവിടെ നേരത്തെ ബുക്കിംഗ് ഒക്കെ ആവണത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ, സമയം കളയണ്ട. ഇന്നാണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ തണുപ്പ് ഭയങ്കര കുറവായിരുന്നു, പക്ഷെ ഇന്ന് നല്ല തണുപ്പാണ്. ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും, ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ മാറി വരും. അതുകൊണ്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇന്ന് തണുപ്പായിരിക്കുമെന്ന്. നമുക്ക് വെതറിൽ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് പോകാം. വെറുതെ വാചകം അടിച്ചിരുന്ന സമയങ്ങളായിട്ട് ഞാൻ ആദ്യം ഇൻട്രോ പറഞ്ഞായിരുന്നേ, പക്ഷെ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ റെക്കോർഡല്ല. ഞാൻ കുറേ സംസാരിച്ചു, പക്ഷെ റെക്കോർഡല്ല. ഇനി രണ്ടാമത് സംസാരിക്കാനുള്ള എത്ര ആള് എനിക്കില്ല, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തണം കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറുള്ളൂ കേട്ടോ ഈ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലേക്ക്. ഇവിടെ ഈ നോമ്പൊക്കെ ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഈ റെസ്റ്റോറൻറ്റുകൾ ഫുള്ള് ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാലും എവിടെ നോക്കിയാലും ഇവരുടെ ഫുള്ള് പരസ്യങ്ങളായിരിക്കും. ഈ ബഫേ ഫുഡുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിട്ടേ ഫുള്ള് നമുക്ക് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ ന്യൂജേഴ്സി തന്നെ ഒരു 3-4 റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡുകളൊക്കെ നല്ല ഭയങ്കര എന്താ പറയുക, നല്ല തിരക്കും നല്ല അടിപൊളി ഫുഡും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കഴിഞ്ഞ തവണത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫിലഡൽഫിയയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഫുഡിൻ്റെ എണ്ണത്തിന് ഇതിൽ കുറവുണ്ടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കേ വേറെ കുറച്ച് ഷോപ്പിലൊക്കെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ധൃതി പിടിച്ചാണ്ട് നമ്മൾ ഇറങ്ങിയത്. കാരണം വെച്ചാൽ അവിടെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എത്തണ്ടേ റെസ്റ്റോറൻറ്റിൽ. കാരണം അവിടെയെന്ന് പറഞ്ഞാലേ പാർക്കിങ് ഭയങ്കര കുറവാണ് കേട്ടോ. പെട്ടെന്നൊക്കെ വണ്ടി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും പാർക്കിംഗ് ഒക്കെ ഒരുവിധം ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റോട്ടിലും പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടൊക്കെ വേണം വണ്ടി ഇടാൻ. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. കാറൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മളങ്ങനെ അതേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതേപ്പോൾ ഒരു സ്ട്രീറ്റിലാണ്, അതായത് ഫുള്ള് വീടുകളാണ് കേട്ടോ. അല്ല, വീടിൻ്റെ ഫ്രണ്ടിലിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കാം. നല്ല തണുപ്പുണ്ട്. അയ്യോ,
ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല തിരക്കാണ്. കാര്യം ബുക്ക് ചെയ്തിട്ടാണെങ്കിലേ ക്യൂ നിന്നിട്ടാണ് ഇത് കണ്ടില്ലേ അകത്തേക്ക് കയറുന്നത്. ഇത് ഒരാഴ്ച മുമ്പേ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് കേട്ടോ ഇത് മൊത്തം വന്നേക്കണത്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് എന്ന് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ അതേ കാരക്ക തന്നെയാണ് കേട്ടോ മുമ്പിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ അതേ നോക്കിക്കേണ്ടേ ചാട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ പാകിസ്ഥാനികളുടെ പ്രധാന ഐറ്റമാണ് തോന്നണം ചാട്ട്. കഴിഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഫസ്റ്റ് തന്നെ ചാട്ട്. അതിനുശേഷം ദേ ഇപ്പുറത്തെ ഈ ഒരു വലിയ കാട് ചട്ടിയിലിരിക്കുന്നത് ഫുള്ള് ബജികളാണ് കേട്ടോ. അതിൽ പൊട്ടറ്റോ ഉണ്ട്, മുളക് ബജി ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പിന്നെ എനിക്കറിയാത്ത എന്തൊക്കെയോ കുറേ വെജിറ്റബിളിൻ്റെ ബജികളൊക്കെ ഉണ്ട്. മിക്സഡ് ആയിട്ടുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബജികളെല്ലാം തന്നെ. അതിനോട് ചേർന്ന് തന്നെ കുറേ ചട്നികളൊക്കെ ഇരിപ്പുണ്ട്. എന്തൊക്കെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് ടൈപ്പ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഈ കാണാണ്ടില്ലേ അതെന്താ സംഗതി എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് സമൂസയാണ്. പിന്നെ ഇത് ചിക്കൻ്റെ ഒരു പപ്സ് പോലത്തെ ഒരു ഐറ്റമാണ്. എന്തായാലും ഈ ഒരു പപ്സ് പോലത്തെ ഐറ്റം അടിപൊളി ഡിഷായിരുന്നു കേട്ടോ. പിന്നെ ഈ ഷവർമ പോലെ ഇരിക്കണണ്ട ഇത് കബാബ് റോളാണ്. അതൊരു നോർമൽ ടേസ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്നാക്സിൻ്റെ ഐറ്റംസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് മൊത്തം സ്വീറ്റ്സ് ആണ് കേട്ടോ. അതായത് ഫ്രൂട്ട് സാലഡാണ്. പിന്നെ അല്ല പൊക്കത്തിരിക്കുന്ന നോക്കിക്കേണ്ട ജിലേബി അത് വീഡിയോ ക്ലിയർ ആയിട്ട് എടുത്തില്ല കേട്ടോ. നല്ല റെഡ് ജിലേബി അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറേ ജെല്ലീസുകളൊക്കെ ഇട്ടിട്ട് ഒരു പുഡിങ് പോലെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതേ കുറേ ബിസ്ക്കറ്റുകളും പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകൾ എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഗുലാം ജാം ഇരിപ്പുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള സ്വീറ്റ്സുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചോക്ലേറ്റ് കുക്കീസുകൾ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത് അതൊക്കെ വെച്ചേക്കണം. അല്ലാതെ ഈ നോമ്പ് തുറന്നിട്ട് കുക്കീസൊക്കെ എങ്ങനെ കഴിക്കാനാണല്ലേ. പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഇവിടെ നിന്നാണ് മെയിനായിട്ടുള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതാണ് മലായി ചിക്കനാണ്. പിന്നെ അതിന് ശേഷം കബാബാണ്. ഇവിടെ പാകിസ്ഥാനികൾക്ക് കബാബ് എന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് തോന്നണം. അപ്പം ഇനി ഈ കാണാണ്ടില്ലേ ഇത് മട്ടൻ്റെ എല്ല് വെച്ചിട്ടുള്ളൊരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആ ഒരു കറി. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇരിക്കുന്നതൊക്കെ ചിക്കനാണ്. പിന്നെ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ചിക്കനും ബീഫും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ അപ്പുറത്തെ ചട്ടിയിൽ ഇരിക്കണ കണ്ടില്ലേ അത് ബീഫ് കറിയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അതേ കണ്ടില്ലേ ടൊമാറ്റോ സോസ് വെച്ചേക്കണത്. ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു പാത്രത്തിൽ അങ്ങനെ തന്നെ ടൊമാറ്റോ സോസ് ഇങ്ങനെ ഞെക്കി ഞെക്കി ഇങ്ങനെ എടുത്തിട്ട് പോകണം കേട്ടോ കാണാൻ. ഈ സ്നാക്സൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതെവിടെയാണ് വെച്ചേക്കണത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ അതേ ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ പാസ്തയാണ് ഇത് ടൊമാറ്റോ സോസ് വെച്ചിട്ടുള്ളൊരു പാസ്ത. ഇവിടെ നൂഡിൽസ് ഇല്ലായിരുന്നു കേട്ടോ. അതിന് പകരം പാസ്തയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ റൊട്ടി ഉണ്ട്, ബട്ടർ ചിക്കൻ. റൊട്ടി ഇല്ലാത്തൊരു കളിയില്ലാട്ടോ മക്കളെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ റൊട്ടിയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അപ്പുറത്ത് കണ്ടത് നഗറ്റ്സാണ്. പിന്നെ ഫുള്ള് ചിക്കൻ കറികളാണ്. 2 ടൈപ്പ് ചിക്കൻ്റെ കറികൾ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറ്. പിന്നെ 2-3 ടൈപ്പ് വെജിറ്റബിൾ കറികളും ഉണ്ടായിരുന്നു. അതായത് ഇത് ആ കഴിഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ട പോലെ ഒരു പച്ച കളറിൽ പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു കറി. പിന്നെ ഇതും വേറൊരു ടൈപ്പ് കറിയുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ വിഭവങ്ങളുടെ എണ്ണം പറഞ്ഞ് എൻ്റെ വായിലെ വെള്ളം പറ്റിയെന്ന് തന്നെ പറയാം. അതിന് മാത്രം വിഭവങ്ങളായിരുന്നു. നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഗിവിങ്ങിനും പിന്നെ കഴിഞ്ഞ വർഷത്തെ നോമ്പ് തുറക്കും ഒക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേട്ടോ ഇവിടുത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാണുന്ന ഒരു ഹോളില്ലേ ഇത് മാത്രമല്ല കേട്ടോ. ഇതുപോലത്തെ തന്നെ സെയിം വേറൊരു ഹോളും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പുറത്ത് നമ്മളിരിക്കണേൻ്റെ മതിലിനോട് ചേർന്ന ആളുകൾ പോണാണ്ടില്ലേ അതും അവിടെയും ഉണ്ട് ആളുകൾ. അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100-400 പേരോളെങ്കിലും ഉണ്ടാവും കേട്ടോ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ $30 ഇവിടെ റേറ്റ്. കഴിഞ്ഞ റെസ്റ്റോറൻറ്റിൽ തന്നെ അതേ റേറ്റ് തന്നെയാണ് ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റിലും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു $30 എല്ലായിടത്തും. അതുമായി അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മളങ്ങനെ ഫുഡുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഡ്രിങ്ക്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ഈ സ്ട്രോബെറി മിൽക്കാണ് കസേഴ്സൊക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ റെസ്റ്റോറൻറ്റിലും അതൊക്കെ തന്നെയായിരുന്നല്ലോ. പിന്നെ കോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡ്രിങ്കിൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അങ്ങോട്ട് തിരക്ക് കൂടിയത് നോക്കിക്കിട്ട് രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാനുള്ള ആളുകളെ തിരക്കണ്ട. എൻ്റെ പൊന്നി ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ. ഗെയ്സ് അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഒരുവിധം എല്ലാവരും പോയി തുടങ്ങി കേട്ടോ. ഇത് കണ്ട അടിപൊളി ഫുഡായിരുന്നു. ദൂരെ ഫുഡായിരുന്നു. എൻ്റെ പൊന്നെ വയറില്ലാത്ത കുറ്റവും ഒരുപാടുണ്ടായിരുന്നു. അയ്യോ ഇന്നെന്തായാലും അടിപൊളിയായി ഇന്നത്തെ പരിപാടി. ഫുള്ള് പാകിസ്ഥാനികളാണ്. എന്തൊരു ക്യൂ ആയിരുന്നു. ഇവരൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും കഴിക്കൂല. നന്നായിട്ട് ഭക്ഷണം കഴിക്കും. നമുക്ക് പോവാല്ലേ.
ഇപ്പോഴും ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹോളിലും അപ്പുറത്തെ ഹോളിലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വയറൊക്കെ ഫുള്ളായി. കേസ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തണുപ്പാണ്. ഉണ്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ വട്ടം കൂടിയൊക്കെ നിന്ന് വർത്താനം പറഞ്ഞിറങ്ങുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിലെ നോമ്പുതറ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡും എന്ത് തിരക്കായിരുന്നു. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ വയറില്ലാത്ത കുറ്റമുള്ളൂ. എന്നാലും നമ്മൾ ഒരുവിധം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. സ്നാക്സുകൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.